നീ ഇതെവിടെ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായി? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണേ? എടി ഇനി നീ ആരെങ്കിലും വിളിക്കാൻ ബാക്കിയുണ്ടോ? ബില്ലടയ്ക്കാൻ പലിശക്ക് എടുത്ത പൈസയാ. അത് നാളെയും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും. എടി നിനക്ക് ഇത്രയും സാലറി ഉള്ളതല്ലേ? മാസം ഒരു 1000-1500 രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ വല്ലതും പേടിക്കാനുണ്ടോ? അത്രയും രൂപ കൊണ്ട് എന്താവാനാ? മാസം മരുന്ന് പോലും മേടിക്കാൻ തികയില്ല. എന്നാലേ അത്രയും പൈസയ്ക്ക് അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അതിൽ പ്രൊഫൈലിൽ ബയോയിൽ നോക്കിയേ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിനക്ക് തന്നെ നോക്കിയെടുക്കാവുന്ന കേസേ ഉള്ളൂ. വെറും 400-500 രൂപയിൽ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? ഈ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളാണ് എവിടെയുള്ളത്. അവർ തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും വേണ്ട. 25% വരെ ഡിസ്കൗണ്ടിൽ പോളിസി എടുക്കാം. പ്രവാസികൾക്കടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്കാൾ 35 മുതൽ 40% വരെ ചെലവ് കുറച്ചത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോഴേ ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ക്ലെയിം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ പോളിസി എടുക്കുമ്പോൾ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ റിലേഷൻഷിപ്പ് മാനേജർ നമുക്ക് ആദ്യം അസൈൻ ചെയ്ത് തരും. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സഹായം ചോദിക്കാം. അതല്ലെങ്കിൽ അതെ അവരുടെ ഈ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കണ്ടത് SOS നമ്പർ ക്ലിക്ക് ചെയ്താൽ മതി. ഉടനടി നമുക്ക് ആവശ്യമുള്ള ഹെൽപ്പ് കിട്ടും. മാക്സിമം 30 മിനിറ്റ്. ഇത് എടുത്തു വെച്ചാൽ പൈസയുടെ കാര്യത്തിൽ ഇതുപോലെ തെണ്ടെണ്ണം വരില്ല. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പൊ എന്തായാലും അവളെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യണം. ദൈവമേ, ആ വണ്ടി ഇടിച്ചോണ്ട് എന്റെ കൈ കിട്ടായിരുന്നെങ്കിൽ. എന്തും പറ്റിയോ? വണ്ടി ഇടിച്ചിട്ടവൻ